ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2020 ജൂലൈയിൽ അന്തരിച്ച മധ്യപ്രദേശ് ഗവർണർ. അപ്പോൾ മധ്യപ്രദേശിന്റെ ഗവർണർ ഇന്നലെ അന്തരിച്ചു. 2020 ജൂലൈ 21 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ലാൽജി ടണ്ടൻ. അപ്പോൾ മധ്യപ്രദേശിന്റെ ഗവർണർ ആരായിരുന്നു? ലാൽജി ടണ്ടൻ. അദ്ദേഹം 85 വയസ്സുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ജൂലൈ 21 അന്തരിച്ചത്. 2018 മുതൽ 2019 വരെ ബീഹാറിലെ ഗവർണർ ആയിരുന്നു. ആദ്യം 2018 മുതൽ 2019 വരെ ബീഹാറിലെ ഗവർണർ ആയിരുന്നു ലാൽജി ടണ്ടൻ. അടൽ ബിഹാരി വാജ്പേയിയുടെ വിശ്വസ്തനായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിരുന്നു ലാൽജി ടണ്ടൻ. അതുപോലെ 1935 ഏപ്രിൽ 12 ഇദ്ദേഹം ജനിച്ചത്. ലക്നൌവിലാണ് ജനിച്ചത്. അപ്പോൾ ജനിച്ചത് എവിടെയാണ്? 1935 ഏപ്രിൽ 12 ലക്നൌവിലാണ് ജനിച്ചത്. അപ്പോൾ എന്റെ ചോദ്യം ഇതായിരുന്നു: 2020 ജൂലൈയിൽ അന്തരിച്ച മധ്യപ്രദേശിലെ ഗവർണർ ആരാണ്? ലാൽജി ടണ്ടൻ. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുമ്പോൾ ഇനി ഓർക്കുക, മധ്യപ്രദേശിന്റെ ഗവർണർ ലാൽജി ടണ്ടൻ ആയിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പുതിയ ഗവർണർ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യം: എന്താണ് ഈ മനോദർപ്പൺ? അപ്പോൾ മനോദർപ്പൺ എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചെഴുതിയേ ഉള്ളൂ. എന്താണ് ഈ മനോദർപ്പൺ? മനോദർപ്പൺ എന്ന് പറഞ്ഞാൽ COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും അവരെ സഹായിക്കുന്നതിനും വേണ്ടി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ ആണ്. അപ്പോൾ ആരാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? ഈ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പാണ് ഈ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ്? മനോദർപ്പൺ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുക, അതിനുവേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ മനോദർപ്പൺ എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ. ചോദ്യം ഇങ്ങനെ വരാം: COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന ഹെൽപ്പ് ലൈൻ ഏത്? മനോദർപ്പൺ എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാലാണ് ഇപ്പോഴത്തെ നിലവിലെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി, വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആരാണ്? രമേശ് പൊക്രിയാൽ. അടുത്ത ചോദ്യം ഇതാണ്: പ്രഥമ ഗൾബൻഖിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി ലഭിച്ചതാർക്ക്? ഗൾബൻഖിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി, ആദ്യത്തെ ഗൾബൻഖിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഗ്രേറ്റ തൻബർഗ് ആണ്. ഗ്രേറ്റ തൻബർഗ്, 17 വയസ്സുള്ള ഗ്രേറ്റ തൻബർഗിനാണ് ആദ്യത്തെ ഗൾബൻഖിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ്? ഗ്രേറ്റ തൻബർഗ്. ഈ ഗ്രേറ്റ തൻബർഗ് ഒരു എൻവയറമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. ആര്? ഗ്രേറ്റ തൻബർഗ്. ഗ്രേറ്റ തൻബർഗിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഗ്രേറ്റ ടിൻഡിൻ എലിനോറ ഏൺമാൻ തൻബർഗ് എന്നാണ്. അപ്പോൾ വളരെ വലിയൊരു പേരാണ്. ഗ്രേറ്റ ടിൻഡിൻ എലിനോറ ഏൺമാൻ തൻബർഗ് എന്നാണ് പറയുന്നത്. 17 വയസ്സാണ്. അതിൽ ഷോർട്ട് നെയിം ആണ് ഗ്രേറ്റ തൻബർഗ്. ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ഫ്രം സ്വീഡനിലെ ഒരു ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് ആര്? ഈ ഗ്രേറ്റ തൻബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റ തൻബർഗിനാണ് ആദ്യത്തെ ഗൾബാൻഖിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് കലോസ്റ്റ് ഗൾബാൻഖിയൻ ആണ് കൊടുത്തിരിക്കുന്നത്. കലോസ്റ്റ് ഗൾബാൻഖിയൻ ഫൗണ്ടേഷൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആരാണ്? കലോസ്റ്റ് ഗൾബാൻഖിയൻ ഫൗണ്ടേഷൻ ആണ് ഈ അവാർഡ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 1 മില്യൺ യൂറോയാണ് ഇതിന്റെ സമ്മാന തുക. ഈ അവാർഡിന്റെ തുക എന്ന് പറയുന്നത് 1 മില്യൺ യൂറോയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 46 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 136 നോമിനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 136 പേരിൽ നിന്നാണ് ഈ ഗ്രേറ്റ തൻബർഗയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കലോസ്റ്റ് ഗൾബൻഖിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലിസ്ബൺ, പോർച്ചുഗലിലെ ലിസ്ബൺ ആണ്. അപ്പോൾ പോർച്ചുഗലിലെ ലിസ്ബണിലുള്ള കലോസ്റ്റ ഗൾബൻഖിൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. ആർക്കാണ് ഇപ്പോൾ ലഭിച്ചത്? ഗ്രേറ്റ തൻബർഗിനാണ് ലഭിച്ചിരിക്കുന്നത്. 17 വയസ്സുള്ള എവിടെയുള്ള വ്യക്തിയാണ്? സ്വീഡനിലുള്ള ഗ്രേറ്റ തൻബർഗ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: മുഖ്യമന്ത്രി
ഘർ റേഷൻ യോജന, മുഖ്യമന്ത്രി ഘർ റേഷൻ യോജന നിലവിൽ വന്ന സംസ്ഥാനം ഡൽഹി. അപ്പോൾ ഡൽഹിയിലാണ് ഈ മുഖ്യമന്ത്രി ഘർ റേഷൻ യോജന ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇത് ഡോർ സ്റ്റെപ്പ് റേഷൻ ഡെലിവറിയാണ്, അതായത് എല്ലാ വീടുകൾ തോറും റേഷൻ ഡെലിവറി ചെയ്യുന്ന ഒരു സ്കീമാണ് ഇത് മുഖ്യമന്ത്രി ഘർ റേഷൻ യോജന എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹിയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. അതുപോലെ അനിൽ ബൈജാളാണ് അവിടുത്തെ ഗവർണർ. അപ്പോൾ ഗവർണർ അനിൽ ബൈജാളാണ്, അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രി. ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി ഘർ റേഷൻ യോജന. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഡോർ സ്റ്റെപ്പ് റേഷൻ ഡെലിവറിയാണ്. അടുത്ത ചോദ്യം ഇതാണ്, ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രോജക്റ്റിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പാകിസ്ഥാനും ചൈനയുമാണ്. അപ്പോൾ പാകിസ്ഥാനും ചൈനയുമാണ് ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. 750 മെഗാവാട്ടിന്റെ ഒരു പ്രോജക്റ്റാണ് ഇവർ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് പാക് അധീന കാശ്മീരിലുള്ള ജലം റിവർ എന്ന് പറയും, ജലം റിവറിലാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1.5 മില്യൺ USD ആണ്, 1.5 ബില്യൺ USD ആണ് ഇതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാനും ചൈനയും ഇത് രണ്ടാമത്തെ പ്രോജക്റ്റിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ജൂൺ മാസം 23 ആദ്യം ഇവർ ഒരു പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരുന്നു. അതും ഈ ജലം റിവറിൽ തന്നെയാണ്, മുസ്പ്രാബാദിലാണ് ഒരു പുതിയൊരു പ്രോജക്റ്റ് അവർ തുടങ്ങിയത്. ഏകദേശം 2.3 ബില്യൺ USD ആണ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. കൊഹാൽ പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൊഹാൽ പ്രോജക്റ്റ് 1100 മെഗാവാട്ടിന്റെ പ്രോജക്റ്റ് ആണ്, 1100 മെഗാവാട്ടിന്റെ പ്രോജക്റ്റ് ആണ് അത് കൊഹാൽ പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 23 ജൂണിനാണ് അതിന്റെ സ്റ്റാർട്ടിങ് ആരംഭിച്ചത്. ഇമ്രാൻഖാൻ അതിന്റെ ഒപ്പുവെച്ചിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള പ്രോജക്റ്റുകളാണ് ഇതൊക്കെ. ഇത് രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ്. അതിന്റെ പേരാണ് ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രോജക്റ്റ്. ഇപ്പോൾ ചൈനയുമായിട്ടാണ് ഇവരുടെ കണക്ഷൻ ഇപ്പോൾ കൂടുതലുള്ളത്. ഇനി അടുത്ത ചോദ്യം, ICCയുടെ പുതിയ റാങ്കിംഗ് പട്ടികയിൽ ഓൾറൗണ്ടറായിട്ട് 1ാം നമ്പറിൽ ഇപ്പോൾ തിരഞ്ഞെടുത്തിരുന്നവരാണ്. അപ്പോൾ ICCയുടെ പുതിയ ഓൾറൗണ്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 1ാം നമ്പർ ആര് എന്നുള്ളതാണ് ചോദ്യം. ബെൻ സ്റ്റോക്സ് ആണ്. ഇംഗ്ലണ്ടിന്റെ ബെൻ സ്റ്റോക്സ് ആണ് 1ാം നമ്പർ ഓൾറൗണ്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ബെൻ സ്റ്റോക്സ് ഇപ്പോൾ ഇതിൽ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 18 മാസം കൊണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജെയ്സൺ ഹോൾഡറാണ് 1ാം സ്ഥാനത്തിൽ ഓൾറൗണ്ടറായിട്ട് നിന്നത്. ജെയ്സൺ ഹോൾഡറിനെ പിന്തള്ളിക്കൊണ്ടാണ് ബെൻ സ്റ്റോക്സ് 1ാം സ്ഥാനത്തേക്ക് വന്നത്. അതേസമയം 1 ഡേ പട്ടികയിൽ സ്റ്റീവ് സ്മിത്ത് 1ാം സ്ഥാനവും വിരാട് കോഹ്ലി 2ാം സ്ഥാനത്തുമാണ്. അവിടെയും ബെൻ സ്റ്റോക്സ് 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ ബെൻ സ്റ്റോക്സ് 3ാം സ്ഥാനത്ത് വന്നു. ബാറ്റ്സ്മാൻമാരുടെ റാങ്കിൽ 1ാം സ്ഥാനം സ്റ്റീവ് സ്മിത്താണ്, 2ാം സ്ഥാനം വിരാട് കോഹ്ലി, 3ാം സ്ഥാനം ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ റൂട്ട് പറഞ്ഞിരിക്കുന്നത് ബെൻ സ്റ്റോക്സിനെ വിശേഷിപ്പിച്ചിരുന്നത് നിങ്ങൾക്കറിയാം, മിസ്റ്റർ ഇൻക്രെഡിബിൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മിസ്റ്റർ ഇൻക്രെഡിബിൾ, വളരെ കരുത്തനായിട്ടുള്ള ഒരു വ്യക്തി ബാറ്റ്സ്മാൻ എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ICC പട്ടികയിലെ 1ാം നമ്പർ ഓൾറൗണ്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? ബെൻ സ്റ്റോക്സിനെയാണ്. ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടർ താരമാണ്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വേൾഡ് ടർട്ടിൽ ഡേ എന്നായിരുന്നു. മെയ് 23 വേൾഡ് ടർട്ടിൽ ഡേ. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, സൗത്ത് കൊറിയയുടെ പ്രഥമ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യം ശരിയായിട്ട് ഉത്തരം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നിട്ടുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.